നമസ്കാരം. കള്ളവോട്ട്, വ്യാജ വോട്ടർമാർ, ഇത്തരം ആരോപണങ്ങളൊക്കെ നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം ദേശീയ രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന ഒന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ആ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടപടികളെ നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് നേരെ ആണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതായത് ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ട്, ഒരേ മേൽവിലാസത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് വോട്ട്, ഇങ്ങനെ തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ആരോപണങ്ങൾ ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടിയാണോ ഇത്തരം പ്രവൃത്തികൾ നടത്തിയത് എന്ന ചോദ്യം കൂടി ഉന്നയിച്ചതോടെ രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം BJPക്കും ഉണ്ടായി. BJP ആകട്ടെ ചോദിച്ചത്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ ഇത് തിരുത്തിയില്ല എന്നതാണ്. ആ ചോദ്യം പക്ഷേ BJPക്കും ബാധകമാണ്. അങ്ങനെ തെറ്റുകളുണ്ടായിരുന്നുവെങ്കിൽ അത് തിരുത്തുവാനുള്ള ഉത്തരവാദിത്വം ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPക്കും ഉണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കൂ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്താൻ ഒരുങ്ങുകയാണ്. നാളെ 3 മണിക്കാണ് വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടാകുമോ? നമുക്ക് കാത്തിരിക്കാം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറം പരാമർശത്തിന് പിന്നാലെ വിവാദ പ്രസ്താവനകളുമായി വെള്ളാപ്പള്ളി നടേശൻ. പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യം. അവർ വളർന്നപ്പോഴും അവരെല്ലാം പങ്കിട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ സമ്പത്ത് കൊണ്ടുപോയി. ഞാൻ 34 നാളെ ഞാൻ ക്രിസ്ത്യാനിക്ക് കൊടുത്തത്, ഞാനിരുന്ന് ഒപ്പിട്ട്, എന്നിട്ട് ഈ ക്രിസ്ത്യാനിക്ക് നന്ദിയില്ല. ആകട്ടെ കസേരയിൽ ഇരുന്നിട്ട് കൊടുത്തതാർക്കാണ് ക്രിസ്ത്യാനിക്കാണ്. ജോസ് കെ മാണി സൂത്രക്കാരനെന്നും വെള്ളാപ്പള്ളി, സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി മാറുന്നുവെന്ന് VD സതീശൻ. മറ്റ് സമുദായങ്ങളെ അവഹേളിക്കരുത് എന്ന് ഫിലിപ്പ് കവി. CPIഎമ്മിനെതിരെ സിറോ മലബാർ സഭ. പാംപ്ലാനി ഒറ്റപ്പെടുത്തുന്ന നടപടി അപലപനീയം. MV ഗോവിന്ദന്റെ പ്രസ്താവന നിരുത്തരവാദം. ആർക്ക് നന്ദി പറയണം, ആരെ വിമർശിക്കണമെന്നതിൽ ഇടപെടേണ്ട എന്നും സഭ. വോട്ടർ പട്ടിക വിവാദത്തിൽ മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് നാളെ തുടക്കം. തേജസ്വി യാദവ് പങ്കെടുക്കും. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം സവർക്കർക്കും RSSനും ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധം. സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുന്നുവെന്നും പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണും നട്ട് കോൺഗ്രസ് MPമാർ. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് മത്സര രംഗത്തിറങ്ങാൻ നീക്കം. കോൺഗ്രസിൽ പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ. ഭാരവാഹി എണ്ണത്തിൽ ധാരണയാകാതെ മുതിർന്ന നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC പുനഃസംഘടന പൂർത്തിയാകില്ല. തടസ്സമാകുന്നത് നേതാക്കളുടെ തർക്കം. ADGP MR അജിത് കുമാറിന് വെള്ളപൂശിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കളവെന്ന് റിപ്പോർട്ട്. ഒന്നിനും തെളിവില്ലെന്നും പരാമർശം. അജിത് കുമാറിനെ മുഖ്യമന്ത്രി അന്തം വിട്ട് സഹായിക്കുന്നുവെന്ന് പ്രതിപക്ഷം. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് രമേശ് ചെന്നിത്തല. ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാനത്തെ നിർണായക വെളിപ്പെടുത്തൽ. ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ സെബാസ്റ്റ്യൻ അടക്കമുള്ളവർ കൈക്കലാക്കി. ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യന് ഒപ്പം ബിന്ദുവും എത്തിയിരുന്നതായി സതീശൻ. മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്ത് വ്യാപക മഴ. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്.
കനത്ത മഴയിൽ മുങ്ങി മുംബൈ, മണ്ണിടിച്ചിലിൽ 2 മരണം. ജമ്മുവിൽ മിന്നൽ പ്രളയത്തിൽ മരണം 65. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ധാരണയായില്ല. അന്തിമ കരാറിൽ എത്താനാകാതെ ട്രംപ് പുടിൻ ചർച്ച. വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്ന് നേതാക്കൾ. Чем быстрее, тем лучше до завершения конфликта на Украине. Благодарю вас. And I'll, of course, call up President Zelensky and tell him about today's meeting. It's ultimately up to them. ഒമ്പത് മണി വാർത്ത ആദ്യം വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിലേക്കാണ്. മലപ്പുറം പരാമർശം ഏറെ ചർച്ചയായതിന് പിന്നാലെ ഇതാ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മറ്റൊരു പ്രസ്താവന കൂടി വിവാദമായിരിക്കുകയാണ്. പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പാലായിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഈഴവ പ്രാതിനിധ്യം കുറവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മാണി സാർ സഹായിച്ചിട്ടുണ്ട്, എന്നാൽ മകൻ സൂത്രക്കാരനാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. വളർന്നോറും പിളർന്നോറും വളരുകയും ചെയ്യുന്ന പാട്ടുണ്ട് കേരളാംഗങ്ങൾ. അവർ വളർന്നപ്പോഴും അവരെല്ലാം പങ്കിട്ട് കൊണ്ടുപോകുന്ന കേരളത്തിൻ്റെ സമ്പത്ത് കൊണ്ടുപോയി അവരെവിടെ എത്തി നിൽക്കുന്നു. പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ട്. PJ ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? കണ്ണന്താൻ പ്രൈവറ്റ് സെക്രട്ടറി, IAS-കാരനായിരുന്നു. അദ്ദേഹം പിന്നെ BJP ആയി, മന്ത്രിയായി. അദ്ദേഹം അന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങി. ഞാൻ 34 കാളെ ഞാൻ ഈ ക്രിസ്ത്യാനിക്ക് കൊടുത്തത്, ഞാനിരുന്ന് ഒപ്പിട്ട്, എന്നിട്ട് ഈ ക്രിസ്ത്യാനിക്ക് നന്ദിയില്ല. ആകട്ടെ, കസേരയിൽ ഇരുന്നിട്ട് കൊടുത്തത് ആർക്കാണ്? ക്രിസ്ത്യാനിക്കാണ്. പിന്നെ മാണി സാർ ചില കാര്യത്തേക്ക് അപ്പം മകൻ സൂത്രക്കാരനാണ്, കരവിടാണ്. അപ്പം കുറച്ചുകൂടെ നീതി. പണ്ടൊരു നീതിക്കറിയാല്ല, ഒരു കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞാൽ എൻ്റെ കോലമല്ല കത്തിച്ചത്, ഈഴവനെയാണ് മലപ്പുറത്ത് കത്തിച്ചത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാരി ഈഴവനെ കത്തിച്ചപ്പോൾ ആ വികാരമാണ് ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ. പക്ഷെ സാക്ഷാൽ പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതോടുകൂടി യുവമാരുടെ ക്ലച്ച് താഴെ പോയി. പിന്നെ കണ്ടില്ല. ഞാൻ വലിയ വർഗീയവാദിയാണ്. ഞാൻ അവിടെ പോയാണ് വലിയ കുഴപ്പം കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സമുദായത്തിൽ ദുഃഖം ഞാൻ പറഞ്ഞില്ലേ? ആരായാലും പറഞ്ഞില്ലേ? വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തുടർച്ചയായി വിവാദ പരാമർശങ്ങൾ നടത്തുമ്പോൾ സംഘപരിവാറിന്റെ നാവായാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഇതൊരു സംഘപരിവാർ അജണ്ട. അവര് പ്രത്യക്ഷത്തിൽ പറയും ഈ ഹെയ്റ്റ് ക്യാമ്പയിനാണ്, വിദ്വേഷം ഉണ്ടാക്കാൻ, ജാതി മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു അജണ്ട. അത് പരോക്ഷമായി കേരളത്തിന്റെ CPM-ന്റെ കൂടി അജണ്ടയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു, അത്രയല്ല. ആരും പറയരുത്, ആരും അത് പറയരുത്. ആരത് പറഞ്ഞാലും ഞങ്ങളത് തരും. ആര് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വിദ്വേഷത്തിന്റെ ക്യാമ്പയിനുമായി ആരിറങ്ങിയാലും ഞങ്ങൾ അവരെ ചേർത്ത് കൊടുക്കും. ഒരാളെ ഞങ്ങൾക്ക് ഭയമില്ല, ഒരാളെ. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലും രംഗത്തു വന്നു. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാൻ അവകാശമുണ്ട്. അതിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുമുണ്ട്. പക്ഷേ അതൊരു മറ്റൊരു സമുദായത്തെ ഇകഴ്ത്തി പറഞ്ഞോ, മറ്റൊരു സമുദായത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പേരെടുത്ത് പറഞ്ഞ് ഇകഴ്ത്തി പറയുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറയുകയാണ്, അത്തരം വിദ്വേഷപരമായ പരാമർശങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ ഒരു സഹിഷ്ണുതയ്ക്കും നല്ല ഒരു ജീവിതത്തിന് നല്ലതല്ല. യെസ്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നേരത്തെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി തുടർച്ചയായി നടത്തിയ പരാമർശങ്ങൾ, അതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് തൻ്റെ കോലമല്ല, തന്നെ കത്തിച്ചാൽ പോലും താൻ സമുദായത്തിന് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതായിരുന്നു. അന്ന് മുസ്ലിം മതവിഭാഗത്തെയായിരുന്നു വിമർശിച്ചത് എങ്കിൽ ഇപ്പോഴിതാ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നു. അതും പാലായിൽ
ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആധിപത്യമാണ്, അവരാണെല്ലാം നേടിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബോധവാനല്ല എന്നോ, അതല്ല എങ്കിൽ ബോധവാനാണെങ്കിലും താൻ തിരുത്താൻ തയ്യാറല്ല എന്നുമാണോ ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, കൃത്യമായി ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടി നമ്മൾ നോക്കണം. കാരണം മലപ്പുറം പരാമർശം വിവാദമാകുന്നു, അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലാ പരാമർശം നടത്തുന്നത്. അപ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു കവചമായി ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളെയാണ്. മുഖ്യമന്ത്രി ചേർത്തലയിൽ നടത്തിയ പരാമർശമുണ്ട്. ഒരുപക്ഷേ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ അദ്ദേഹം ദീർഘകാലം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷ പരിപാടിയായിരുന്നു ചേർത്തലയിൽ നടന്നത്. അന്ന് മുഖ്യമന്ത്രി അവിടെ എത്തുകയും അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് വിമർശിക്കാതെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെക്കുറിച്ച് ഒരു രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയുമാണ് ചെയ്തത്. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചാരിയാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി തൻ്റെ നിലപാട് തുടരുന്നത്. വളരെ ശ്രദ്ധേയമാണ്. MV ഗോവിന്ദനെതിരെ സീറോ മലബാർ സഭ ഒരു നിലപാടെടുക്കുന്നു. ആ ഒരു പരാമർശം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാലാ പരാമർശത്തെ കാണേണ്ടത്. മാണി സാർ സഹായിച്ചിരുന്നു, പക്ഷേ ജോസ് കെ മാണി സൂത്രശാലിയാണെന്ന് അദ്ദേഹം പറയുന്നു. ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകളുമൊക്കെ പലപ്പോഴായി ഈഴവ സമുദായങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നാക്കക്കാരാണ്, ന്യൂനപക്ഷമാണ് എന്ന പേരിൽ ഒരുമിച്ച് സംഘടിതമായി സമരങ്ങൾ നയിക്കുകയും അധികാരത്തിലെത്തുമ്പോൾ ഈ അവകാശങ്ങളും സമ്പത്തും ഈ രണ്ട് വിഭാഗങ്ങളും തട്ടിയെടുക്കുന്നു എന്ന ഒരു പരാമർശമാണ്. തീർത്തും വിദ്വേഷ പരാമർശം എന്ന തരത്തിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്ന് ഇത് വലിയ വിവാദമായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കോലം കത്തിക്കുന്ന നിലയുണ്ടായി. പക്ഷേ അപ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് തനിക്കെതിരെ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്നത്തെ SNDP യോഗത്തിൻ്റെ പരിപാടിയിൽ പോലും കൂടുതൽ ആളുകൾ എത്തിയത് തനിക്ക് പിന്തുണ ലഭിക്കുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമാവുകയാണ്, ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയ്ക്ക് കൂടി വെള്ളാപ്പള്ളിയുടെ ഈ നീക്കങ്ങളെ കാണുന്നവരുണ്ട്. പരമാവധി സമുദായാംഗങ്ങൾ സ്ഥാനാർത്ഥികളായി ഏത് പാർട്ടിയിലായാലും എത്തണമെന്ന കാര്യമാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധേയമായത് VD സതീശൻ്റെ ഇന്നത്തെ പരാമർശമാണ്. നേരത്തെ അതിരൂക്ഷമായി വെള്ളാപ്പള്ളി VD സതീശനെ തുടരെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അടുത്ത തവണ അധികാരത്തിലെത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഒരു ഘട്ടത്തിൽ VD സതീശന് തിരികെ പറയേണ്ടി വന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് VD സതീശൻ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം CPM രഹസ്യമായി ചെയ്യുന്നതും വെള്ളാപ്പള്ളി വളരെ പരസ്യമായി ചെയ്യുന്നതും BJPക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, വിദ്വേഷപരമായ നടപടികളാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇരു കൂട്ടരും നടത്തുന്നതെന്ന് VD സതീശൻ ഇന്ന് തുറന്നടിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിഷേധം വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടാകുന്നു. സ്വന്തം സമുദായത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിൽ കുറ്റമില്ല, പക്ഷേ മറ്റ് സമുദായങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന കാര്യമാണ് ഇന്നിപ്പോൾ ഒരു വിമർശനമായി വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയ വിവാദമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം മലപ്പുറം പരാമർശം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഇപ്പോൾ പാലയിൽ ക്രിസ്ത്യൻ ആധിപത്യമെന്ന് പറയുന്നു. ക്രൈസ്തവർ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകൾ വിഘടിച്ച് അവർ പലപ്പോഴും അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അങ്ങനെ സമ്പത്ത് അവർ കവരുകയും ചെയ്യുന്നുവെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഈഴവ പ്രാതിനിധ്യം തീരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇല്ലാതെ പോകുന്നുവെന്ന് അദ്ദേഹം പറയും. ഈ മലപ്പുറം പരാമർശവും പാലാ പരാമർശവും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുമെന്നത് ഉറപ്പാണ്. മലപ്പുറം പരാമർശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പാലാ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആധിപത്യമാണ്, അവരാണ് പാലായെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുക മാത്രമല്ല അവർ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നുകൂടി പറയുമ്പോൾ അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് വെള്ളാപ്പള്ളി പറയുന്നത് എങ്കിൽ ഇന്ന് ഷോൺ ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണമാണ് ഇനി പഞ്ച് ഡയലോഗിൽ. ലവ് ജിഹാദ് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച് കേരള നിയമസഭ നിയമം പാസാക്കണമെന്നാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് പറയുന്നത്. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പാനായിക്കുളത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്ന് ഷോൺ ജോർജ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. മതപരിവർത്തന പരാതി ഉണ്ടായിട്ടും പോലീസ് കേസെടുക്കുന്നില്ല. കേസിൽ അറസ്റ്റിലായ റമീസിന്റെ കുടുംബം PFIയുടെ സംരക്ഷണത്തിലാണ് എന്നും ഷോൺ ജോർജ് ആരോപിക്കുകയാണ്. കോതമംഗലത്തെ സോണയുടെ മരണം ഇതൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, അതിനുവേണ്ടി പാനായിക്കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന്
മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ്. അങ്ങനെ നിയമമില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ, ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസ്സാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ക്രൈസ്തവ വിഭാഗം ഒരൽപ്പം അകന്നു നിൽക്കുന്നു എന്ന സംശയത്തിന് മറുപടി കൂടിയായി നൽകിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്താനാണ് ഷോൺ ഇത് പറഞ്ഞതെങ്കിലും കത്തോലിക്ക കോൺഗ്രസിന്റെ യൂത്ത് കൗൺസിൽ സമ്മേളനത്തിൽ നിന്ന് BJP വിട്ടുനിന്നത് വലിയ പരാതി ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. പാലക്കാട് നടന്ന ദേശീയ യുവജന സമ്മേളനത്തിൽ നിന്നാണ് BJP പ്രതിനിധി വിട്ടുനിന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഇതേ ഷോൺ ജോർജിനെ ക്ഷണിച്ചിരുന്നുവെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. വിട്ടുനിന്നതിൽ അവർ അതൃപ്തിയും പ്രകടിപ്പിക്കുന്നുണ്ട്. ചർച്ചയിൽ UDFന് വേണ്ടി VT ബൽറാമും CPIഎമ്മിനായി റിയാസുദ്ദീനും മാത്രമാണ് പങ്കെടുത്തത്. BJP പ്രതിനിധിയുടെ അസാന്നിധ്യം കൂടുതൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകുവാനും സാധ്യതയുണ്ട്. അതേസമയം CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത് ഏത് മതവിഭാഗത്തെ ചേർത്ത് നിർത്തണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ CPIഎമ്മിനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും എതിരെ സീറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ CPIഎം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്ന പ്രസ്താവനകൾ നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനകവും എന്നാണ് സീറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. ഡാനി പോൾ നൽകും ഈ വാർത്തയുടെ വിശദാംശം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ CPM നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെയാണ് ഇപ്പോൾ സിറോ മലബാർ സഭ തന്നെ ഔദ്യോഗികമായ രംഗത്ത് വന്നിട്ടുള്ളത്. കൃത്യമായി ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടും അതേസമയം തന്നെ ആക്രമിച്ചും കൊണ്ടും തന്നെയാണ് സഭ ഇതിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ആർച്ച് ബിഷപ്പിനെതിരെ നടക്കുന്നത് ഇപ്പോൾ വളരെ കരുതിക്കൂട്ടിയുള്ളൊരു നീക്കമാണ് എന്ന രീതിയിൽ തന്നെയാണ് സഭ വിലയിരുത്തുന്നത്. ഇത് ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന അത് കൃത്യമായി ഒരു ആസൂത്രണത്തിൻ്റെ ഒരു ഉള്ളടക്കം അതിനുണ്ട് എന്നൊരു വിലയിരുത്തൽ സഭയ്ക്കുണ്ട് എന്ന് ഈ വാർത്താക്കുറിപ്പ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും. ഇതിൽ ഛത്തീസ്ഗഡിൽ ജയിലിൽ അകപ്പെട്ട കന്യാസ്ത്രീകൾക്ക് അവരുടെ ജയിൽ മോചനം സാധ്യമായതിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസ്താവന, അതേ തുടർന്നാണ് പിന്നീട് ഈ രീതിയിലേക്കുള്ള ബിഷപ്പിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് CPM നേതാക്കളുടെ പ്രസ്താവന മാറിയത്. അതിന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നേതൃത്വം നൽകുന്നു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ സഭയ്ക്കുണ്ട്. ഇതിനെ തുടർന്നാണ് പിന്നീട് പലരുടെയും പ്രസ്താവനകൾ ആർച്ച് ബിഷപ്പിന് നേരെ തന്നെ ഉണ്ടായത്. ഇത് കരുതി കൂട്ടിയുള്ളതാണ്, ഇത് അവസാനിപ്പിക്കണം, കാരണം ഇത് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞൊരു വിഷയം തന്നെയാണ്. ഇനിയും ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് സഭ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് സഭ പറയുന്നു. അതോടൊപ്പം തന്നെ സഭ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ വിഷയങ്ങളിലും സഭയ്ക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. അതൊരു സഭയുടെ ഒരു പൊതു നിലപാടാണ്. അതിനനുസരിച്ച് തന്നെയാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല സഭയുടെ ഒരു പൊതു നിലപാട് തന്നെയാണ്. ആരെ വിമർശിക്കണം, ആരെ സ്വാഗതം ചെയ്യണം എന്നത് സഭയ്ക്ക് അറിയാം. അത് ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല എന്നുകൂടി CPMനെ വളരെ കൃത്യമായിട്ട് തന്നെ സഭ സിറോ മലബാർ സഭ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സഭ ഒരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് CPM ഇപ്പോൾ നടത്തുന്ന ഈ പ്രസ്താവനകൾക്ക് എതിരെ തന്നെയാണ്. ഇനിയുള്ള ഒരു മുന്നോട്ട് പോക്കിൽ അത് ഏത് രീതിയിലാണ് CPM അത് കൈകാര്യം ചെയ്യുക, CPM അതിനോട് പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത്. കൃത്യമായും അതൊരു രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കും സഭ ഇനി ഈ വിഷയത്തിലേക്ക് സ്വീകരിക്കുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ അടുത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ സിറോ മലബാർ സഭയ്ക്കെതിരെ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരമൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നത്. അത് മറ്റുള്ളവർ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ അതിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ സഭ പ്രഖ്യാപിച്ചാലും അതിൽ അത്ഭുതപ്പെടാനുമില്ല. യെസ്, രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്നൊക്കെ പലയാവർത്തി പറയുമ്പോഴും രാഷ്ട്രീയവും മതവും ഇഴചേർന്ന് നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് News 18 News at 9 നൽകിയ ഈ 3 റിപ്പോർട്ടുകളും. ഇനി നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ കടുത്ത ആരോപണം നേരിടുന്നതിനിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് വാർത്താ സമ്മേളനം. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന് മറുപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനാണ്.
ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. അതിൻ്റെ എന്തായിരിക്കും ഉദ്ദേശം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും ഈ വിഷയങ്ങളിൽ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉയർത്തും. അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരികയും ചെയ്യും. അതായത് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉണ്ടാകും. അതുപോലെ ഇലക്ഷൻ കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും പങ്കെടുക്കും. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അവർക്ക് ഇതിൽ മറുപടി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വൃത്തങ്ങൾ ഇന്ന് വ്യക്തമാക്കിയത് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ സാധാരണ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അത് പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ അത് ഉയർത്തണമായിരുന്നു. അങ്ങനെ ഉയർത്താത്ത അത് ആ കൺസേൺ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയായിട്ട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തിരിച്ച് ഇത് സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ നാളെയും സമാനമായൊരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഇതിനെ നോക്കിക്കാണേണ്ട ഒരു കാര്യം, നാളെ രാഹുൽ ഗാന്ധി യുടെ നേതൃത്വത്തിൽ ബീഹാറിലെ സസാറമിൽ നിന്ന് 16 ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാളെ ആരംഭിക്കുകയാണ്. നാളെ അത് യാത്ര തുടരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 243 സീറ്റുകളിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ തവണ അവിടെ RJDക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും 19 സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ BJPയും JDU സഖ്യത്തിനാണ് പിന്നെ അവിടെ കൂട്ടായി വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷ ബീഹാറിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വെച്ചു പുലർത്തുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്ന ഈ ആരോപണം വലിയ രാഷ്ട്രീയപരമായ ഒരു മേൽക്കൈ കോൺഗ്രസിന് നൽകും എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ 16 ദിവസം നീണ്ടു നിൽക്കുന്ന 22ഓളം ജില്ലകളിലൂടെ കടന്നു പോകുന്ന 1600 കിലോമീറ്റർ താണ്ടുന്ന വലിയൊരു രാഷ്ട്രീയ യാത്രയ്ക്കാണ് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നത്. നാളെയാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു മറുപടിക്കായി വാർത്താ സമ്മേളനം വിളിച്ചത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. യെസ്, തീർച്ചയായും മനു ഭരത് സൂചിപ്പിച്ച ആ യാത്രയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമൊക്കെ ഉയർത്തി കാണിക്കും രാഹുൽ ഗാന്ധി എന്നതിൽ സംശയമില്ല. അതിൽ RJD നേതാവ് തേജസ്വി യാദവും രാഹുലിനോടൊപ്പം യാത്രയിൽ ഉണ്ടാകും എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതേസമയം ഇത്തരം ആരോപണത്തെ ഒക്കെ BJP രാഷ്ട്രീയമായി നേരിടുമ്പോൾ അവർ മറ്റൊരു തിരക്കിലാണ്. അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ചാണ്. നാളെയാണ് BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റു പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP അധ്യക്ഷൻ JP നദ്ദയ്ക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകി പ്രമേയം ഏകകണ്ഠേന പാസാക്കിയിരുന്നു. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി സംസാരിക്കുവാനുള്ള സാധ്യതയുണ്ട്. BJPയിലെ ഒരു നേതാവിനെ തന്നെ ഉപരാഷ്ട്രപതിയായി നിശ്ചയിക്കും എന്നാണ് സൂചന. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന MPമാർ ഇപ്പോൾ ഒരു മനക്കോട്ട കെട്ടുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കണ്ണുനട്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ MPമാരിൽ ചിലർ കരുക്കൾ നീക്കുന്നത്. ജയിച്ചാൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കളാണ് പ്രധാനമായും ഇത്തരം നീക്കം നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരിൽ പലരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, K സുധാകരൻ തുടങ്ങിയ നേതാക്കളൊക്കെയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തെല്ലാമാണ് ഇവർ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം, ഇവർക്ക് വെല്ലുവിളികളായി നിൽക്കുന്നത് എന്നതുകൂടി പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം മന്ത്രിക്കുപ്പായം തുന്നി MPമാർ എന്നാണ് നമ്മൾ നൽകിയ തലക്കെട്ട്. കേരളത്തിൽ മത്സരിച്ച് ജയിച്ചാൽ അടൂർ പ്രകാശ് ആയാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും എല്ലാം മന്ത്രിയാവാനോ മുഖ്യമന്ത്രി ആവാനോ ഒക്കെ ഉള്ള സാധ്യത മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. UDFന് ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ MPമാരൊക്കെയും കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് മന്ത്രിയാവാം എന്നുള്ള ഒരു മോഹമാണ്. സ്വാഭാവികമായും കേന്ദ്രത്തിൽ MP ആയിരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സംസ്ഥാനത്തെ മന്ത്രിസ്ഥാനം. അതുതന്നെയാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം കേന്ദ്രത്തിൽ കാര്യമായ റോളില്ല എന്നുള്ളത് കൂടിയാണ്. പ്രതിപക്ഷത്തെ ഇനിയും 4 വർഷങ്ങൾ കൂടി ഇരിക്കേണ്ടി വരും. കേരളത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു പ്രാധാന്യം വീണ്ടും കുറയാനുള്ള സാധ്യത കൂടി അവർ മുന്നിൽ കാണുന്നുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ജാതി സമവാക്യം നിർണായകം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി സമവാക്യം ഏറ്റവും പ്രധാനമാണ്. ചില വിഭാഗങ്ങൾക്കെങ്കിലും അർഹമായ പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളില്ല എന്നുള്ള വാദം തന്നെയാണ് പ്രധാനമായും അടൂർ പ്രകാശ് ആയാലും കെ സുധാകരനായാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ഒക്കെ ഉന്നയിക്കുന്നത്. അത് അവർ പ്രധാന ഒരു വിഷയമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അവർ ഇളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കരുത്തന്മാർ ഇറങ്ങിയാൽ ജയസാധ്യത കൂടും. എം പിമാരൊക്കെ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ UDF അനുകൂലമായ ഒരു വിജയിക്കാൻ പോകുന്ന എന്നൊരു പ്രതീതി ഉണ്ടാവും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരിച്ചടിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹൈക്കമാൻഡ് നിലപാടാണ്. ലോക്സഭയിൽ എം പിമാരുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് വരുത്താൻ ഹൈക്കമാൻഡ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഒഴിയുന്ന സീറ്റ് എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ്. പല മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ എം പിമാർ ഒഴിഞ്ഞാൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. ആറ്റിങ്ങലടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ ആശങ്ക ശക്തമാണ്. അതുതന്നെയാണ് തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം. മൂന്നാമത്തത്, ജനങ്ങളോട് എന്ത് വിശദീകരിക്കും എന്നുള്ളതാണ്. 5 വർഷത്തേക്ക് എം പിയായി തെരഞ്ഞെടുത്ത വിട്ട ആളുകൾ കൂട്ടത്തോടെ വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചാൽ അത് ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ള ഒരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാലാമത്തെ വിഷയം, എം പിമാർ മത്സരിച്ചാൽ ജനം എതിരാകുമോ എന്നുള്ളതാണ്. എം പിമാർ വീണ്ടും അധികാരം ലഭിക്കുന്ന ഘട്ടത്തിലെല്ലാം ഒരേ ആളുകൾ തന്നെ വീണ്ടും വന്ന് മത്സരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ജനവികാരം എതിർക്കുമോ എന്നുള്ള ഒരു വിഷയം ഉയർന്നുണ്ട്. അഞ്ചാമത്തെ വിഷയം, സംസ്ഥാനത്തെ യുവനിരയടക്കം ഇവിടെ സീറ്റ് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ സ്വാഭാവികമായും ഒരേ ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ എതിർപ്പ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അത് ഐക്യത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട എം പിമാരൊക്കെ കേരളത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ചിലർക്കെങ്കിലും ചില ഇളവുകൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നീങ്ങുന്നത്. ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ന്യൂസ് 18 വാർത്തയെ തള്ളാൻ UDF കൺവീനർ അടൂർ പ്രകാശ് തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡാണ് തീരുമാനിക്കുകയെങ്കിലും സ്ഥാനാർത്ഥിത്വ സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ പഠനം നടക്കുകയാണ് എന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDFും എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ കോൺഗ്രസിൽ ഈ നീക്കം നടത്തുന്നതെങ്കിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാകട്ടെ വലിയ വിമർശനമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം സവർക്കർക്കും RSSനും ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കൽ ആണ് എന്നും ഇതുകൊണ്ടൊന്നും വർഗീയ സംഘടനകളെ വെള്ളപൂശാനാവില്ല എന്നുമാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. RSSനെ വാഴ്ത്തിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ട പ്രസംഗത്തിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂക്ഷ വിമർശനം. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട VD സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവത്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കലാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഈ അപഹാസ്യ നടപടി കൊണ്ടൊന്നും RSSനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ RSSനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ അവഹേളിക്കുന്നതിന് തുല്യമെന്നും പിണറായി വിജയൻ പറയുന്നു. ഇതിന് സമാനമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ പ്രാധാന്യം നൽകി VD സവർക്കറെ പ്രതിഷ്ഠിച്ചു തന്നെയാണ്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിക്കുന്നു. വെറുപ്പിന്റെയും വർഗീയതയുടെയും വിഴുപ്പ്
ഭാരമാണ് RSS പേറുന്നത്. മനുഷ്യത്വ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല സ്വാതന്ത്ര്യ സമര ചരിത്രം. അത്തരക്കാരുമായി തുല്യപ്പെടുത്താനുള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ആ പോരിന്റെ തുടർച്ച തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചതോടെ സർക്കാർ ഗവർണർ പോര് കടുക്കുകയാണ്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ബാക്കി പത്രമായിരുന്നു ബഹിഷ്കരണം. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം VC നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം സുപ്രീം കോടതിയിലാണ്. സമവായത്തിന് ഇരുപക്ഷവും തയ്യാറാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും 1 ഇഞ്ച് പോലും പിന്മാറാൻ സർക്കാരോ ഗവർണറോ തയ്യാറാകുന്നില്ല. സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന് തൊട്ടു പിന്നാലെയാണ് അറ്റ് ഹോം ഗവർണറുടെ വിരുന്ന്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗവർണർ നടത്തുന്ന പൗരപ്രമുഖർക്കും സർക്കാരിലെ പ്രധാനികൾക്കും വേണ്ടിയുള്ള വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്ഭവൻ ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിരുന്നിന് എത്തിയില്ല. സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിരുന്നിൽ നിന്ന് വിട്ടുനിന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സർവകലാശാലകളുടെ കാര്യത്തിൽ VC-മാർ തീരുമാനിക്കടക്കമുള്ള കാര്യങ്ങളിൽ സമവായം ഉണ്ടാകണം. സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരും ഗവർണറും ഒരുമിച്ച് പോകണം. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് വലുത്. അത് കരുതി ഒരുമിച്ച് പോകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. പക്ഷേ അതിനുള്ള ചില ശ്രമങ്ങൾ സർക്കാരും ഗവർണറും തുടങ്ങി വച്ചെങ്കിലും അത് പാതി വഴിയിൽ അവസാനിക്കുകയാണ്. ഇനി സമവായമല്ല, ഏറ്റുമുട്ടലാണ് തങ്ങളുടെ പാതയെന്ന് ഇരു കൂട്ടരും വ്യക്തമാക്കുന്നതാണ് ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങൾ. മുഖ്യമന്ത്രി മന്ത്രിമാരും ഈ വിരുന്ന് ബഹിഷ്കരിക്കുന്നു. തിങ്കളാഴ്ച സർവകലാശാല ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലെ സ്ഥിര VC നിയമനത്തിനുള്ള പാനൽ രാജ്ഭവൻ സുപ്രീം കോടതി കൈമാറും. സർക്കാരും പാനൽ തയ്യാറാക്കിയിട്ട് സർക്കാരും പാനൽ കൈമാറും. ഏതായാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇരു കൂട്ടരും ഒരുപോലെ വ്യക്തമാക്കുകയാണ്. ഏറ്റുമുട്ടലിന്റെ പാതയിലൂടെ തന്നെയാകും ഇനിയും മുന്നോട്ട് പോവുക. 2 സർവകലാശാലകൾക്ക് മാത്രമല്ല, മറ്റു സർവകലാശാലകളുടെ കാര്യത്തിലും സ്ഥിര VC നിയമനം നടക്കേണ്ടതുണ്ട്. അപ്പോഴും ഒരു സമവായത്തിന്റെ വഴിയിലേക്ക് പോകാൻ ഇരു കൂട്ടരും തയ്യാറാകില്ല എന്ന സൂചനയെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ബഹിഷ്കരണത്തെ കാണേണ്ടത്. ചീഫ് സെക്രട്ടറി മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിദാനം ചെയ്ത് അവിടെ പങ്കെടുത്തത്. ഓർഡിനൻസുകൾ സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഓർഡിനൻസുകൾ ഗവർണറുടെ പരിഗണനയിലുണ്ട്, ബില്ലുകൾ പരിഗണനയിലുണ്ട്. അത്തരം കാര്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോഴത്തെ തർക്കം കൂടുതൽ മൂർച്ഛിപ്പിക്കുന്ന, കൂടുതൽ ശക്തമാക്കുന്ന നടപടിയാണ് ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. റൈറ്റ്. നേരത്തെ നമ്മൾ ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ മനക്കോട്ടയെ സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. പക്ഷേ അവർക്ക് വിജയിച്ച് കയറണമെങ്കിൽ അതിന് കൃത്യമായൊരു സംഘടനാ സംവിധാനം വേണം. പക്ഷേ കോൺഗ്രസിന്റെ പുനഃസംഘടന നീളുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വം എന്നതാണ് വിവരം. ജില്ലകളിൽ നിന്ന് DCC നേതൃത്വം കൈമാറിയ ഭാരവാഹികളുടെ എണ്ണത്തിലെ ബാഹുല്യവും മുതിർന്ന നേതാക്കൾക്കിടയിൽ തുടരുന്ന തർക്കവുമാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് തടസ്സമാകുന്നത്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് ഇടപെടലും വെറുതെയാവുകയാണ്. അവസാനിച്ച കഴിഞ്ഞ 12-ന് ശേഷം പ്രഖ്യാപിക്കാനിരുന്ന KPCC പുനഃസംഘടനാ പട്ടികയാണ് നേതാക്കൾക്കിടയിലെ അവസാനിക്കാത്ത തർക്കങ്ങളെ തുടർന്ന് അനിശ്ചിതമായി നീളുന്നത്. ഗ്രൂപ്പ് താൽപര്യങ്ങളടക്കം സംരക്ഷിച്ചുകൊണ്ട് ജില്ലകളിൽ നിന്ന് കൈമാറിയ ഭാരവാഹികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെയാണ് ഈ പരിഗണനാ ലിസ്റ്റിൽ നിന്ന് പട്ടിക തയ്യാറാക്കുക നേതൃത്വത്തിന് മുമ്പിൽ വെല്ലുവിളിയായി മാറിയത്. ഭാരവാഹി പട്ടികയുടെ പേരിൽ KC വേണുഗോപാൽ, K സുധാകരൻ പക്ഷങ്ങൾ നേർക്കുനേർ എത്തിയതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. KPCC അധ്യക്ഷനായിരുന്നപ്പോൾ സുധാകരന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായിരുന്ന K ജയന്ത് KC പക്ഷത്തേക്ക് മാറുകയും പുനഃസംഘടനയിൽ 11 KPCC വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തതോടെയാണ് സുധാകരൻ നിലപാട് കടുപ്പിച്ചത്. അധ്യക്ഷ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയ സുധാകരൻ പുനഃസംഘടനയുടെ പേരിലും സമാന നിലപാട് സ്വീകരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിക്ക് അത് തലവേദനയായി മാറുമെന്ന തിരിച്ചറിവിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം സമവായ ചർച്ചകൾ തുടരുന്നത്. അതേസമയം ജയന്തിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുനയ നീക്കവും താൻ അംഗീകരിക്കില്ലെന്ന നിലപാട് K സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതിനിടെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കം പരിഹരിക്കാൻ താൽക്കാലിക അധ്യക്ഷനായ N ശക്തനെ തുടരാൻ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം തന്നെ രംഗത്തെത്തിയതോടെ നേതൃത്വം വീണ്ടും വെട്ടിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്
അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനുള്ള ശ്രമം നടക്കുന്നതെന്ന് ശക്തൻ ഹൈക്കമാൻഡ് പ്രതിനിധിയെ അറിയിച്ചതോടെ അനുനയ സാധ്യതയും അകലെയായി. ഭാരവാഹികളുടെ എണ്ണം 100 കടന്നാലും അത്ഭുതപ്പെടാനില്ലെന്ന് സൂചന നൽകിയ ഒരു പ്രവർത്തക സമിതി അംഗം എന്നിട്ടും തർക്കങ്ങൾ തുടരുകയാണെങ്കിൽ തൽസ്ഥിതി തുടരുന്നതല്ലേ ഭേദമെന്നായിരുന്നു അനൌദ്യോഗികമായി നടത്തിയ പ്രതികരണം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ വെള്ളപൂച്ച റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട്. നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എന്നും മരംമുറി നടപടിക്രമം പാലിച്ചായിരുന്നുവെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി അജിത് കുമാറിനെ അന്തം വിട്ട് സഹായിക്കുകയാണ് എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ MLA ആയിരുന്ന PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ കോടതി കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. അതേസമയം ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതിൽ പ്രധാനമായി PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച മുഴുവൻ ഗുരുതരമായ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ട് അത് മുഴുവൻ വാസ്തവവിരുദ്ധമാണ് എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ വാസ്തവവിരുദ്ധമാണ്. അത്തരത്തിൽ ഒരു ബന്ധവും MR അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇല്ല. അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം. അതോടൊപ്പം മരമുറി കേസുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ക്രമപ്രകാരം തന്നെ നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചുകൊണ്ടാണ് മരമുറിയുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നിരിക്കുന്നത്. അതിലുൾപ്പെടെ MR അജിത് കുമാറിനെ ബോധപൂർവം കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് ഈ റിപ്പോർട്ടിലെ പരാമർശം. MR അജിത് കുമാറിനെതിരെ ഉയർന്ന എല്ലാ ഗുരുതരമായ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അത് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായക ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ്. പ്രിയപ്പെട്ട എന്ന വാക്കിനേക്കാൾ ഉപരി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തി. അത് കോടതി പൊക്കി പുറത്തു വന്നു. ഇനി ധാർമ്മികതയുടെ പേരിൽ ഇനി സാങ്കേതികത്വത്തിൻ്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള അർഹതയില്ല. കൈപ്പുസ്തകത്തിൽ കൈപ്പിഴ. ഗുരുതര പിഴവുകളുമായി SCERT 4ാം ക്ലാസ് കൈപ്പുസ്തകം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്ന് എന്നാണ് കൈപ്പുസ്തകത്തിൽ പറയുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകുന്ന കൈപ്പുസ്തകത്തിലാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടും പഠിപ്പിക്കുന്ന ഭാഗത്താണ് ഈ പിഴവുകൾ ഉള്ളത്. പിഴവ് സംഭവിച്ചു എന്ന് SCERT സമ്മതിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് SCERT വ്യക്തമാക്കുന്നത്. അതിൽ ഈ തിരുത്തലുണ്ടാകുമെന്നും SCERT വ്യക്തമാക്കുന്നു. ഇങ്ങനെ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: സമാധാനപരമായ സമരങ്ങളിലൂടെ അല്ല, മറിച്ച് ആയുധമെടുത്തുള്ള പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ആയുധ സംഘങ്ങൾക്ക് രൂപം നൽകിയ വീരനായകനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്രമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിന് 11 തവണ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം പിന്നീട് ആ സ്ഥാനം രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈന്യ സംഘടന രൂപീകരിച്ച് ബ്രിട്ടനെതിരെ പോരാടി. നേതാജി എന്ന വിശേഷണത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഇന്നൊക്കെ വലിയ പുകഴ്ത്തലുകൾ ഉള്ളപ്പോഴും ബ്രിട്ടീഷ് ഭരണകൂടത്തെ പേടിച്ച് അദ്ദേഹം ഇന്ത്യ വിട്ടു പോയി എന്ന പരാമർശമാണ് വിവാദമാകുന്നത്. അവിടെയാണ് വലിയ ഗുരുതരമായ ചരിത്ര നിഷേധവും പിഴവും ഉള്ളത്. നമുക്കറിയാം
സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറവാണ്. അദ്ദേഹം അത്രയധികം ധീരനായി സായുധ വിപ്ലവത്തിലൂടെ തന്നെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന കർശനമായ നിലപാടുണ്ടായിരുന്ന നേതാവ് കൂടിയാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും ആ പാർട്ടി വിട്ടുപോകാനുള്ള കാരണവും അതുതന്നെയാണ്. സായുധ പോരാട്ടത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെന്ന ധീര നിലപാടെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് നാടുവിട്ടുപോയി എന്ന പരാമർശമുള്ള പുസ്തകം. സ്വാഭാവികമായും ഈ പുസ്തക പരാമർശം പിൻവലിക്കാൻ തന്നെയാണ് SCR തയ്യാറെടുക്കുന്നത്. വലിയ വിമർശനങ്ങൾ ഇതിൻ്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു. അതിനെതിരെ ഈ ഗുരുതരമായ പിഴവ് വരുത്തിയ ആർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആലപ്പുഴയിലെ സബാഷിന്റെ ക്രൂരകൃത്യങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ന്യൂസ് 18 തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. ഇനി ഇതാ മറ്റൊരു വെളിപ്പെടുത്തലിലേക്ക് കൂടി. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെ നിർണായകമായി വെളിപ്പെടുത്തൽ. തിരോധാനത്തിന് ശേഷം ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ സബാഷിൻ അടക്കമുള്ളവർ കൈക്കലാക്കിയിരുന്നു. അത്തരത്തിൽ അമ്പലപ്പുഴയിലെ ഭൂമി സ്വന്തമാക്കിയ സതീശൻ്റേതാണ് ഈ വെളിപ്പെടുത്തൽ. 2005 മെയ് മാസത്തിന് ശേഷം ബിന്ദു ജീവനോടെ ഇല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സബാഷിന് ഒപ്പം ബിന്ദു എത്തിയതായി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയ സതീശൻ എന്ന വ്യക്തിയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. സതീശൻ പറയുന്ന പല കാര്യങ്ങളും അന്വേഷണ സംഘം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സബാസിനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവരവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. 2005 മെയ്ക്ക് ശേഷം ബിന്ദു പത്മനാഭൻ ട്രഷറി അക്കൗണ്ടുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എക്സ്പാർട്ടി വിധിക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് കുറച്ചുകൂടി അതിനകത്ത് സംശയാസ്പദമായി തോന്നുന്നത്. ഈ പ്രോപ്പർട്ടി തന്റെ പേരിൽ കിട്ടാനായി താൻ കോടതിയിൽ കെട്ടിവെച്ച തുക, ആ തുക ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് 2010 ശേഷം ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ടെന്ന നിർണായകമായ വിവരം ഇയാൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. വസ്തുവിന്റെ പൈസ കോടതി കെട്ടിവെച്ചത് ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. ബിന്ദു കൈപ്പറ്റിയിട്ടുണ്ട്. അത് വക്കീല പറഞ്ഞു. ഏത് വക്കീലാണ് അറിയിച്ചത്? അത് നമ്മുടെ ഹരിഹരപുത്രൻ. അത് ഞാൻ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ ഏത് വർഷമാണ് കേസ് നടക്കുന്നത്? കേസ് നടക്കുന്നത് ഞാൻ കേസ് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, OS 51 2007. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബിന്ദു ആ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വക്കീൽ പറഞ്ഞു. ബിന്ദു വിളിച്ച നമ്പർ ഒരു XX എന്നുള്ള അങ്ങനെ കാണിക്കുന്ന ഡിജിറ്റുകൾ കാണിക്കുന്ന അക്ഷരങ്ങൾ കാണിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് തനിക്ക് കോൾ വന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പൊ ഞാൻ ബിന്ദുവിനെ വിളിച്ച ബിന്ദു എടുക്കണല്ലോ, ബിന്ദു ഫോണിൽ വരുന്നില്ല. സബാസിനോട് പറഞ്ഞ് ബിന്ദു വിളിക്കാം. അപ്പൊ അവർ വിളിക്കുന്ന ഫോറിൻ നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. XX എന്നൊക്കെ എഴുതി കാണിക്കണം. ബിന്ദു വിളിക്കുന്നത് എന്നെ വിളിച്ചു പറഞ്ഞ് എന്നോട് പറഞ്ഞ ഭാഷ ഇതാണ്. അഗ്രിമെന്റ് എഴുതി തന്നിട്ടുണ്ട്, ഞാൻ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ എത്ര നാൾ കോടതിയിൽ കേസ് പറഞ്ഞിട്ടാണ് സ്ഥലം നിങ്ങളുടെ പേരിലാവുന്നത്? അതൊരു 4 വർഷത്തോളം കേസ് പറഞ്ഞു. ഈ ബിന്ദു പത്മനാഭൻ തിരോധാനം മാത്രമല്ല സതീശനുമായി ബന്ധപ്പെട്ട സെബാസ്റ്റിനുമായി ഇടകലർന്ന് കിടക്കുന്നത്. മറ്റൊന്ന് സതീശന്റെ സഹോദരനായ ജയദേവന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. സെബാസ്റ്റ്യനുമായി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു, ചേർത്തലയിലെ ബാറിൽ ഒരുമിച്ചിരുന്ന് തലേദിവസം രാത്രി മദ്യപിച്ചു എന്ന് പറഞ്ഞ ജയദേവനെ പിന്നീട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. FCI റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനല്ലായിരുന്നു സർവീസിൽ ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. എന്താണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ? ദുരൂഹത കത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. റെയിൽവേ ട്രാക്കിലാണ് കടന്നു വെച്ച ബോഡി. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ലോക വാർത്തകളിലേക്ക് പോകുമ്പോൾ ലോകം ഒന്നടങ്കം കണ്ണുനട്ടിരുന്ന ഒന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ച. ആ ചർച്ചയിൽ യുക്രൈൻ അതോടൊപ്പം തന്നെ റഷ്യ വെടിനിർത്തലിന് ധാരണയായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമ കരാറിൽ എത്താനാകാതെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായകമായ ചർച്ച അവസാനിച്ചത്. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായി എന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണും എന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. ചരിത്രമുറങ്ങുന്ന അലാസ്കയിൽ പ്രതീക്ഷകൾ നാമ്പിടുന്ന നയതന്ത്ര ചർച്ചകൾക്കാണ് അവസരമൊരുക്കിയത്. ഉദ്വേഗത്തോടെ ലോകമുറ്റുനോക്കിയ ചർച്ച അന്തിമമാക്കാനായില്ലെങ്കിലും
നയതന്ത്രത്തിന്റെ ഹൈ വോൾട്ടേജ് താപത്തിൽ -12 നിന്ന് അലാസ്കയിൽ മഞ്ഞുരുകിയെന്ന് കരുതാം. ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ദീർഘകാലത്തേക്കുള്ള സമാധാനമുണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ ഇല്ലാതാവണം. യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ്. ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പുടിൻ. И чем быстрее, тем лучше до завершения конфликта на Украине. Благодарю вас за внимание. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായും നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് പുടിനെ ഒരിക്കൽ പോലും വിമർശിക്കാൻ തയ്യാറായില്ല. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. It's ultimately up to them. അടുത്ത ചർച്ച ഉടനുണ്ടാകുമെന്ന സൂചനകളും ഇരു നേതാക്കളും നൽകുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലാകാമെന്ന് പുടിൻ പറഞ്ഞെങ്കിലും ട്രംപ് സമ്മതം മൂളിയിട്ടില്ല. ഈ ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. അതേസമയം അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ തന്റെ വിമാനത്തിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വീണ്ടും മഴക്കെടുതി. കനത്ത മഴ തുടരുന്ന മുംബൈയിൽ മണ്ണിടിഞ്ഞ് 2 മരണം. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമായി. മുംബൈയിൽ റെഡ് അലർട്ടും താനെയിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ നിറം കെടുത്തിയാണ് മുംബൈയിലെ പെരുമഴ. ഇന്നലെ രാത്രി 11 മണി മുതൽ ഇന്ന് പുലർച്ചെ 4 മണി വരെയുള്ള 5 മണിക്കൂറിൽ നഗരത്തിൽ പെയ്തത് 200 മില്ലിലിറ്റർ മഴയാണ്. ഇതോടെ നവി മുംബൈ, ദാദർ, അന്തേരി, കിങ് സർക്കിൾ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പലയിടത്തും റോഡ് ഗതാഗതം താറുമാറായി. ട്രാക്കുകളിൽ വെള്ളം കയറിയതോടെ സബ് അർബൻ ട്രെയിൻ സർവീസുകൾ താളം തെറ്റി. മുംബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും വെള്ളക്കെട്ട് ബാധിച്ചു. ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ പരിധിയിലെ വിഗ്രഹോളിയിൽ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. മുംബൈക്ക് പുറമെ സമീപ ജില്ലകളായ താനെ, റായ്ഗഡ്, പാൽഘർ, രത്നഗിരി എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അടുത്ത ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലും മഴ ശക്തമാണ്. പല ജില്ലകളിലും അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പക്ഷേ വലിയ അപകടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആ ജാഗ്രത തുടരുക. ഇനി അടുത്ത സെഗ്മെന്റിലേക്കാണ്. മുകളിൽ ഒരാളുണ്ട്. ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജനങ്ങൾക്ക് അല്പം കൂടി ജാഗ്രത കൂടി പുലർത്തുന്നതിന് വേണ്ടിയാണ്. കാലടിയിൽ KSRTC ബസ് ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ആണിത്. കാലടി കൈപ്പുട്ടു സ്വദേശി തോമസ് എന്നയാളാണ് മരിച്ചത്. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ നൽകുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഇത്തരത്തിലൊക്കെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ KSRTC ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് അങ്ങനെ എതിർദിശയിൽ നിൽക്കുന്ന ഒരാളെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ കാൽനടക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അയാളുടെ ദൃഷ്ടിയിൽ പെടുന്ന ഒരു പോയിന്റ് അല്ല അത്. അതിനെ നമ്മൾ ബ്ലാക്ക് പോയിന്റ് എന്നൊക്കെയാണ് പലപ്പോഴും പറയാറ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വളരെ പെട്ടെന്നൊന്നും ആളുകൾ കടന്നു വരരുത്. ഇനി നമ്മൾ പോകുന്നത് വൈറൽ കട്ട്സിലേക്കാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ദൃശ്യത്തിലേക്കാണ്. നമുക്കറിയാം, ഈ ജന്മാഷ്ടമി സമയത്തൊക്കെ കേരളത്തിലും ഉറിയടി മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ മഹാരാഷ്ട്രയിൽ ഈ കൃഷ്ണ ജന്മാഷ്ടമി വളരെ ആവേശത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത്. ദഹി ഹണ്ടി എന്നാണ് അവിടുത്തെ പരിപാടികൾക്കൊക്കെ പറയുന്നത്. അവിടെ സാധാരണ നിലയിൽ ഈ ഉറിയടി നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് പോലെയല്ല. ഈ ആളുകൾ ഒന്നിനു മുകളിലായി ഒന്നായി കയറി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എന്നൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ പല നിലകളിൽ എന്ന് പറയാം. അവിടെ ഏറ്റവും പ്രശസ്തമായി ഇങ്ങനെ
റെക്കോർഡ് തീർക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെ ജയ് ജവാൻ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. 9 നിലകളായിട്ടാണ് സാധാരണ നിലയിൽ ഇതിനു മുമ്പ് ഇവർ ഈ ഉറിയടി നടത്താറുള്ളത് എങ്കിൽ ഇത്തവണ അത് 10 നിലയിലേക്ക് എത്തിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ പിരമിഡ് ആകൃതിയിൽ മനുഷ്യൻ തന്നെ ഒന്നിനു മുകളിലായി ഓരോരുത്തർ കയറി നിന്ന് നടത്തുന്ന ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ജയ് ജവാൻ എന്ന ഈ ഗ്രൂപ്പ് ഇത്തരം ആഘോഷം നടത്തുമ്പോൾ ഓർക്കുക, അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കിയതിന് ശേഷമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ആവർത്തിക്കരുത് അല്ലെങ്കിൽ അനുകരിക്കരുത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.